നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. അരിയന്നൂരിൽ മോഷണം. വീടിനുള്ളിലെ അലമാരയിൽ സൂക്ഷിച്ച 10 പവനോളം സ്വർണ്ണാഭരണങ്ങൾ മോഷ്ടാവ് കവർന്നു. അരിയന്നൂർ മൈത്രി കല്യാണ മണ്ഡപത്തിന് സമീപം പോക്കാക്കില്ലത്ത് കുഞ്ഞിമുഹമ്മദിന്റെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം പുലർച്ചെ മോഷണം നടന്നത്. ടെറസിൽ നിന്നും അകത്തേക്ക് പ്രവേശിക്കാനുള്ള വാതിൽ വഴി വീടിനുള്ളിലേക്ക് പ്രവേശിച്ച മോഷ്ടാവ് അലമാര തകർത്താണ് സ്വർണ്ണാഭരണങ്ങൾ കവർന്നത്. ഈ സമയം കുഞ്ഞിമുഹമ്മദിന്റെ മകൾ ഡോക്ടർ ബുഷറയും ഭർത്താവ് ഡോക്ടർ റാഫിയും കുട്ടികളും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. മകളുടെ കിടപ്പുമുറിയുടെ തൊട്ടടുത്താണ് ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്ന അലമാര കിടന്നിരുന്നത്. എന്നാൽ ഇവർ അസാധാരണമായ ശബ്ദങ്ങളൊന്നും കേട്ടില്ലെന്ന് പറയുന്നു. ശനിയാഴ്ച രാവിലെ ഒരാവശ്യത്തിനായി ആഭരണങ്ങൾ എടുക്കാൻ നോക്കിയപ്പോഴാണ് മോഷണം നടന്ന വിവരം വീട്ടുകാർ അറിഞ്ഞത്. തുടർന്ന് വീടിനുള്ളിലെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിച്ചപ്പോൾ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചു. ഇതോടെ ഗുരുവായൂർ പോലീസിൽ വിവരം അറിയിച്ചു. അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണറുടെ ചുമതലയുള്ള കുന്നംകുളം ACP N മുരളീധരൻ, ഗുരുവായൂർ സബ് ഇൻസ്പെക്ടർമാരായ U മഹേഷ്, വിനോദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘവും വിരലടയാള വിദഗ്ധൻ ബാലകൃഷ്ണനും ഡോഗ് സ്ക്വാഡിൽ നിന്നുള്ള പോലീസ് നായയും സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചൂണ്ടൽ ഗുരുവായൂർ റോഡിന് അഭിമുഖമായിട്ടുള്ള വീടിന്റെ സമീപത്തുള്ള റോഡിലൂടെ പിൻവശത്തേക്ക് എത്തി ടെറസിലേക്ക് കയറിയാണ് മോഷ്ടാവ് വീടിനുള്ളിലേക്ക് പ്രവേശിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം. പ്രദേശത്തെക്കുറിച്ച് വ്യക്തമായ ധാരണകൾ ഉള്ളയാളാണോ മോഷ്ടാവ് എന്നതിലും സംശയമുണ്ട്. കഴിഞ്ഞ ദിവസം പാവർട്ടിയിൽ വീട് കുത്തിത്തുറന്ന് മോഷണം നടത്തിയ പ്രതിയെ മണിക്കൂറുകൾക്കകം പോലീസ് പിടികൂടിയിരുന്നു. നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ വ്യക്തമായി പതിഞ്ഞിട്ടുള്ളതിനാൽ എത്രയും വേഗം മോഷ്ടാവിനെ പിടികൂടാനാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. ശക്തമായ കാറ്റിലും മഴയിലും തെങ്ങ് വൈദ്യുതി ലൈനിലേക്ക് മറിഞ്ഞു വീണ് കുന്നംകുളം ചെറുവത്താനി റോഡിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. വൈദ്യുതി തൂണുകളും കമ്പികളും റോഡിലേക്ക് പൊട്ടിവീണതിനെ തുടർന്ന് പ്രദേശം അപകടഭീതിയിലായി. തെങ്ങ് വീണ് വാനും സ്കൂട്ടർ യാത്രക്കാരും അപകടത്തിൽപ്പെട്ടെങ്കിലും ആർക്കും പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. വൈദ്യുതി കമ്പികൾ പൊട്ടിവീണ ഉടനെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനാൽ വൻദുരന്തം ഒഴിവായി. സംഭവത്തെ തുടർന്ന് മണിക്കൂറുകളോളം റോഡിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. വിവരമറിഞ്ഞ് KSEB ജീവനക്കാരും കുന്നംകുളം ഫയർഫോഴ്സും സ്ഥലത്തെത്തി. നാട്ടുകാരുടെ സഹകരണത്തോടെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ രാത്രിയോടെ മരം മുറിച്ചു മാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. നഗരസഭ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, കൗൺസിലർമാരായ NA ഷനൂഫ്, അജിൻ മൂത്താട്ട് എന്നിവർ സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾക്കും ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുമുള്ള നടപടികൾക്കും നേതൃത്വം നൽകി. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 99% സാധ്യത KC വേണുഗോപാലിനെന്ന് KC പക്ഷ നേതാക്കൾ. പിന്മാറില്ലെന്ന സന്ദേശം രാഹുൽ ഗാന്ധിയെയും മല്ലികാർജുൻ ഖാർഗെയെയും അറിയിച്ചു. ഒട്ടും മയം വേണ്ടെന്ന നിലപാടിലാണ് KC പക്ഷം. ഉപതിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയുണ്ടാകില്ലെന്നാണ് അവകാശവാദം. 6 മാസത്തെ സമയമുണ്ട്. സർക്കാർ നല്ല പ്രകടനം കാഴ്ചവെക്കുമെന്നും അതോടെ ജയിക്കുമെന്നുമാണ് KC പക്ഷ നേതാക്കൾ ഹൈക്കമാൻഡിനെ അറിയിച്ചത്. തിരുവനന്തപുരത്ത് സതീശൻ അനുകൂലികൾ KCയുടെ ഫ്ലക്സ് കീറിയത് പുതിയ ആയുധമാക്കാനാണ് KC പക്ഷ നേതാക്കളുടെ നീക്കം. ഉമ്മൻചാണ്ടിയുടെ ഫോട്ടോയും കീറിയെന്നാണ് വിമർശനം. ഹൈക്കമാൻഡ് നിരീക്ഷകർക്കെതിരെ VD പക്ഷം പ്രചാരണം നടത്തിയെന്ന പരാതിയും ഉന്നയിക്കും. അതേസമയം VD പക്ഷവും ആത്മവിശ്വാസത്തിലാണ്. എല്ലാ ഘടകങ്ങളും പരിശോധിക്കണമെന്ന് സതീശൻ ആവശ്യപ്പെട്ടു. MLA-മാരുടെ എണ്ണം മാത്രം കണക്കിലെടുക്കരുത്. മത്സരിച്ചത് മുന്നണിയായിട്ടാണെന്നും ഘടകകക്ഷികളുടെ അഭിപ്രായവും കണക്കിലെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. എന്നാൽ സീനിയോരിറ്റി പരിഗണിക്കണമെന്ന ആവശ്യവുമായി രമേശ് ചെന്നിത്തലയും രംഗത്തുണ്ട്. തിരുവത്ര പുത്തൻകടപ്പുറത്ത് ശക്തമായ കാറ്റിൽ മരം കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. ചാവക്കാട് നഗരസഭ 33-ാം വാർഡ് ചീനിച്ചുവടിൽ താമസിക്കുന്ന തണ്ണിത്തുറക്കൽ അബൂബക്കറിന്റെ വീടിനാണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. സമീപമുള്ള പറമ്പിലെ കൂറ്റൻ പൂമരമാണ് വീണത്. ഇന്നലെ രാത്രിയിലാണ് സംഭവം. കണ്ണൂരിൽ പോലീസ് ജീപ്പ് മോഷ്ടിച്ചു. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് സൈബർ സെല്ലിന്റെ ജീപ്പ് കവർന്നത്. പ്രതിയെ നാട്ടുകാർ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറി. ഗുരുവായൂർ തൊഴിയൂർ സ്വദേശിയായ ഹംസത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. താവക്കരയിലെ IG ഓഫീസിന് തൊട്ടടുത്തുള്ള ഓഫീസിന് പരിസരത്തായിരുന്നു വാഹനം നിർത്തിയിട്ടിരുന്നത്. തുടർന്ന് മുനീശ്വരം കോവിലിലെത്തി അവിടെയുള്ള പെട്രോൾ പമ്പിൽ നിന്ന് ഇന്ധനം നിറച്ചു. പിന്നീട് തട്ടുകടയിലെത്തി ചായ കുടിക്കുകയും ചെയ്തു. ഇവിടുത്തെ ജീവനക്കാർക്കാണ് സംശയം തോന്നിയത്. തുടർന്ന് ടൗൺ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. പന്നിത്തടത്ത് ലോറി മറിഞ്ഞ അപകടം. പെരുമ്പാവൂരിൽ നിന്നും പട്ടാമ്പിയിലേക്ക് പഴയ ഇരുമ്പ് കമ്പികൾ കയറ്റി വന്നിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. പന്നിത്തടം സിഗ്നൽ എത്തുന്നതിന് മുമ്പുള്ള കേച്ചേരി റോഡിലെ വളവിൽ
നിയന്ത്രണം വിട്ട് സമീപത്തെ കെട്ടിടത്തിൽ ഇടിച്ച് സിംല ഗ്രൗണ്ടിലേക്ക് മറിയുകയായിരുന്നു. ലോറി ഡ്രൈവർ പെരുമ്പാവൂർ സ്വദേശി പരിക്കുകളോടെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. കടവല്ലൂർ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയുടെ ഭാഗമായി കർഷകർക്ക് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ജൈവ കൃഷിരീതികൾ, ജൈവ കീടനാശിനികൾ എന്നിവയുടെ നിർമ്മാണവും പ്രയോഗരീതികളും പരിശീലനത്തിൽ വിശദീകരിച്ചു. രാസകീടനാശിനികളുടെയും രാസവളങ്ങളുടെയും അമിത ഉപയോഗത്തിന്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും പരിശീലനത്തിൽ ബോധവൽക്കരണം നൽകി. കടവല്ലൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KM സലീം ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ AP ഹസീന, അഷ്റഫ് എന്നിവർ സംസാരിച്ചു. കുന്നംകുളം കൃഷി ഓഫീസർ S ജയൻ പരിശീലന ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. കൃഷി ഓഫീസർ മിന്നു തോമസ് സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് റോണി ചീരൻ നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് വിരമിച്ച അംഗങ്ങൾക്ക് ക്ഷേത്ര കാർമിക് സംഘം യാത്രയയപ്പ് നൽകി. വിരമിച്ച VC സുനിൽകുമാർ, PV സത്യൻ, VK അനിൽകുമാർ, K മുരളി എന്നിവർക്കാണ് യാത്രയയപ്പ് നൽകിയത്. പതഞ്ജലി യോഗ വിദ്യാപീഠം സംസ്ഥാന ഡയറക്ടർ A രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് TC സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ പ്രസിഡന്റ് സേതു തിരുവെങ്കിടം, സംസ്ഥാന സമിതി അംഗം AC കൃഷ്ണൻ, BJP നോർത്ത് സെൽ കോർഡിനേറ്റർ സുഭാഷ് മണ്ണാരത്ത്, ദേവസ്വം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ K ഗീത, മുരളി പൈക്കാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,965 രൂപ, സ്വർണം പവന് 1,11,720 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 275 രൂപ. ചരമം. മരത്തങ്കോട് ചെറുവത്തൂർ പരേതനായ പാത്തുവിന്റെ മകൻ ജോസ് നിര്യാതനായി. 86 വയസ്സായിരുന്നു. സംസ്കാരം ശനിയാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിക്ക് മരത്തങ്കോട് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് പള്ളി സെമിത്തേരിയിൽ നടത്തും. തങ്കമണിയാണ് ഭാര്യ. സുരേഷ്, സുജ, സുധീഷ് എന്നിവർ മക്കളാണ്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.